Glanstar. മാധ്യമരംഗത്തെ പുത്തൻ താരോദയമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലിതാ നിങ്ങൾക്കായി ഒരു അവസരം. കളിയും ചിരിയും തമാശയും കൂടെ നിറപ്പ് കിട്ടാറുന്ന ആശയങ്ങളും സമന്വയിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 6 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി മീഡിയ വില്ലേജും MVTVയും സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്ന് RJ ആവാനും VJ ആവാനും അവസരങ്ങൾ ഒരുക്കുന്നു. ന്യൂ ട്രെൻഡിംഗ് എന്റർടൈനിംഗ് ഗെയിം ഷോ ഗ്ലാൻസ്റ്റാർ. ഏവർക്കും ഗ്ലാൻസ്റ്റാറിലേക്ക് സ്വാഗതം. നല്ലൊരു ഐഡിയ വന്നേ. എങ്ങനെ ഇഷ്ടമായോ? ഗെയിമുകളൊക്കെ ഇഷ്ടമായോ? അപ്പോൾ ഇതിലും തകർപ്പായിട്ടുള്ള വേറെ കുറച്ച് ഗെയിംസുകളൊക്കെ ഉണ്ട്. അതിനായിട്ട് കുറച്ച് പേരെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുക. ഒരു രണ്ടുപേര് വെച്ച് ഒരു ടീമായിട്ട് ഒരു 6 പേര് ഇഞ്ഞ് വന്നേ. പെട്ടെന്ന് വന്നേ. വാ വാ വാ, നിങ്ങൾക്കുള്ള സമയമാണ്. വാ ഇഞ്ഞ് വാ. ആ മേളിന്ന് വാ. 2 പേര് കൈയടിക്കണേ. 4. അടുത്ത 2 പേരെ മേളിന്ന്. സിസ്റ്റർ അടിക്കുന്ന കൊച്ച്, സിസ്റ്റർ അടുത്തേക്ക് നിൽക്കുന്നത്. പെട്ടെന്ന് ഓടി വാ. ഓക്കെ, എത്രയായി? 2, 4, 5. ഒരാളുടെ വാ വാ. കയറിയോ 2 പേരുണ്ടോ? നിങ്ങൾ 2 പേര് പോരെ. ഒരു കുഴപ്പമില്ല. സോ അപ്പം അടുത്ത ഗെയിമിലേക്ക് ഇറങ്ങാണ്. അപ്പം ഇതിന്റെ എന്താണ്? എന്തോ ഒരു ഒച്ചപ്പാട്, ആരോ വരുന്നു. വാ കയറി വാ, നിങ്ങൾ വാ. പോരെ. സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, ആ കുട്ടിയും കൂടെ എന്നാ വാ, ഇവിടെ നിന്നോ. ശരി, ഓക്കെ. അപ്പോ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നിങ്ങളുള്ള ടാസ്കിലേക്ക് പോകാം. പേര് പറഞ്ഞോ, ക്ലാസ്സും പറഞ്ഞു. അറഫ PS 11, നേഹ നെപ്പോളിയൻ 11 സയൻസ് പാസ്, അനീന ബോബി 12 സയൻസ്, ആഹാ, ടീന തോമസ് 12, ഐറീന ഡ്രീഷ ജോമി +1, സ്നേഹ +1 സയൻസ്, മെറിൽ റോസ് ജാൽസൺ +1. ഹായ്, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അബിയ ആന്റണി +1, ഐശ്വര്യ റാണി +1, അനുശ്രീ +1. ഓക്കെ, നിങ്ങൾക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? നാളെ ഒരു ചാൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മീഡിയ വില്ലേജ് പ്രൊഡക്ഷനിൽ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അഭിനയിക്കേണ്ട നിങ്ങളെ വിളിച്ചാൽ വരുമോ? വരും, ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അഭിനയിക്കാനായിട്ടൊരു അവസരം ഞാൻ തരാൻ പോവാ. ചിലപ്പോൾ ആക്ട് ചെയ്യാനായിട്ടായിരിക്കാം, അഭിനയിക്കാനായിട്ടായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കാനായിട്ടായിരിക്കാം. RJ ആവാൻ ഇഷ്ടമാണോ? VJ ആവാൻ ഇഷ്ടമാണോ? ഓക്കെ, ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ബോക്സ് കൊണ്ടുവരികയാണ്. ആ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നറുക്കിട്ടെടുക്കാം ഓരോ സാധനങ്ങള്. ഓക്കെ, അപ്പൊ ആദ്യം 2 ടീം വന്നേ. 2 പേര് വന്നേ. ഒരു ടീം വന്നേ, ഫ്രണ്ടിലേക്ക് വന്നേ. ഓക്കെ, റൈറ്റ്. നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നേ. റൈറ്റ്. അങ്ങോട്ട് ഇച്ചിരി നീങ്ങുന്നേ, കുറച്ചുകൂടെ. റൈറ്റ്. അപ്പോ നിങ്ങൾക്ക് 2 സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ തരാൻ പോകുന്നത്. ഒന്ന്, ഒരു ഹെഡ്സെറ്റും ഫോണും കൊടുത്തേ. ഒരാളുടെ കൊടുത്തേ. ഇപ്പോ ഈ മോള് ഒരു പ്ലക്കാർഡ് എടുക്കും. അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ആ സാധനം ഈ മോള് അഭിനയിച്ച് കാണിക്കും. അതെന്താന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ഇപ്പൊ അത് അഭിനയിച്ച് കാണിക്കും. അതെന്താന്ന് കണ്ടുപിടിക്കുക. നേരെ തിരിഞ്ഞു നിന്നേ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. ഓക്കെ, റൈറ്റ്. കൊടുത്തോ, ഹെഡ്സെറ്റ് കൊടുത്തോളൂ. അതിനുശേഷം ആ പ്ലക്കാർഡ് കൊണ്ടുണ്ട് ഈ കൊച്ചിന്റെ കൈ കൊടുക്കുക. കൈയടി. അതിനകത്ത് പാട്ട് ഓണായോ? പാട്ടിട്ട് വരും കേട്ടോ. അത് നന്നായിട്ട് വെച്ചേ. മോള് നോക്കരുത് അതില്. അങ്ങോട്ട് തിരിഞ്ഞേക്കൂ. പിടിച്ചോളൂ. ഓക്കെ, മിണ്ടല്ലേ. നേരെ ക്യാമറയിലേക്ക് കാണിച്ചേ. അങ്ങോട്ടേക്ക് കാണിച്ചേ. ഓക്കെ, റൈറ്റ്. ഓക്കെ, നിങ്ങൾ ആരും മിണ്ടരുതേ. ഓക്കെ, നേരെ തിരിഞ്ഞു നിന്നോളൂ. മ്യൂസിക് പ്ലീസ്. അപ്പോ മോള് പതുക്കെ ഇങ്ങോട്ട് ടേൺ ചെയ്തേ, അങ്ങോട്ടേക്ക് ടേൺ ചെയ്തേ. കണ്ടല്ലോ. അപ്പൊ ഇതാണ് അത്. ആ കുട്ടിക്ക് അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. ഇതെന്താണ് സാധനം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. പേരെന്താണ് ഒരിക്കൽ കൂടെ പറഞ്ഞേ?
സ്നേഹ തയ്യാറാണ്, കേൾക്കാനായിട്ട് തയ്യാറാണ്. അപ്പോ സംസാരിക്കാൻ പാടില്ല, ലിപ്പ് അനക്കാൻ പാടില്ല, അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം. ഏതാന്ന് തുടങ്ങാം, നമുക്ക് തുടങ്ങാം. റൈറ്റ്, അപ്പോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. തുടങ്ങിയോ? സൗണ്ട് പ്ലീസ്. സംസാരം ചോദിച്ചു. ഡാൻസ്, മണിക്കിലുക്കം, മണി കിലുങ്ങുന്നു, പുറകിലോട്ട് പോകുന്നു, കയറ്, വടം, പടമല്ല കയറ്. ഡാൻസ്, ഡാൻസ് മറ്റേ കൂത്ത്. നൃത്തം, പടം കിളി, വടം, വടം കയറ്, മരത്തിൽ കെട്ടണം, വീട്, വീട് 2ാം നില വീട്, സ്വപ്നക്കൂട്, മണി മറ്റേ പള്ളിയിലുള്ള മണി അല്ലേ? മണിയുടെ വേറൊരു പേര് കലാഭവൻ മണി. മണി ബെല്ല്, മണി ബെല്ല്, അത്രേ ഉള്ളൂ. മണി അടിക്കുന്നു, സ്കൂൾ വലിക്കുന്നു, പുറകിലോട്ട് വലിക്കുന്നു. ശ്ശോ, ഇനി എന്നാ ഞാൻ കാണിക്കണ്ടേ? ആ പറഞ്ഞോ. ഓക്കെ, നമുക്ക് അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ റൈറ്റ്, മോൾ അങ്ങനെ തന്നെ നിന്നോളൂ. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ വരൂ. ഫ്രണ്ട് പോ. ഇനി വാ. പേരെന്തായിരുന്നു? അലീന. അപ്പം അനീന. ഓക്കെ, നമുക്ക് തുടങ്ങാം. അനീന, യെസ്, യുവർ ടൈം സ്റ്റാർട്ട് നൗ. വെള്ളം കുടിക്കുന്നു, മണി പൊട്ടിയിട്ട് മണി അടിക്കുന്നു, നേരത്തെ പൊട്ടിക്കുന്നു. തേങ്ങ ഇടിച്ചു പൊട്ടിക്കുന്നു. ആ തേങ്ങ മണി അടിക്കുന്നു, ഇടിക്കുന്നു. മണി ഇടിക്കുന്നു. വാള് കൊല്ലുന്നു, ചോര ആ മണി വെള്ളം കുടിക്കുന്നു. മണി വെച്ച് അടിച്ചു കൊന്നു. മണി വെച്ച് അടിച്ചു കൊന്നങ്ങട്ടെ. മണി വെച്ച് ഇല്ല, പറഞ്ഞോ. അവിടെ ഇരിക്കുന്നു. മണി ഇരുന്ന് ഓടുന്നു. വടി വെട്ടി വെച്ചിട്ട് വെള്ളം കുടിക്കുന്നു. മണി റോഡ്, പാടം, നെല്ല്. എന്തോ സാധനം തുറന്നിട്ട് അതിനകത്ത് വെള്ളം എടുക്കുന്നു. എന്തോ സാധനം തുറന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വെള്ളം എടുത്ത് കുടിക്കുന്നത്. മണി സ്ഥലം, പാടം, കിടന്നു, ചത്തു, മരിച്ചു. മണിച്ചേട്ടൻ മരിച്ചില്ലേ? ആ മണി മരിച്ചു. കീ, താക്കോല്, താഴെ, പൂട്ട്, താഴെ, മണിച്ചിത്ര താഴെ. നീ കൊള്ളാമല്ലോ കണ്ണു. ആ ഇങ്ങോട്ട് നീങ്ങിന്നേ. ഇനി അതൊന്ന് തിരിഞ്ഞു നോക്കി. ഇതിന് എന്നാക്കെയാ പറഞ്ഞേ? അവര് കാണിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ആ വെള്ളം വെട്ടിട്ട് അതെന്തുവായിരുന്നു? ഓക്കെ, അത് ഒരു കാര്യം ചെയ്യ്. മണിച്ചിത്രത്താഴൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തന്നെ. ഓക്കെ റൈറ്റ് നൗ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഒരാളുടെ ടാസ്ക് കഴിഞ്ഞിരിക്കണം. മോളി കൊണ്ട് നീങ്ങുന്നത് എന്തി? ആൾ കാണിച്ചു തന്ന ആളെന്തി? മോളി ഇവിടെ നിന്നുള്ളൂ. ഓക്കെ റൈറ്റ്, അടുത്ത 2 പേരെ നമുക്ക് വിളിക്കാം. മോള് മത്സരിച്ചല്ലേ? ഓക്കെ, നിങ്ങൾ 2 പേര് വരൂ, ഫ്രണ്ടിലേക്ക് വരൂ. അപ്പൊ ആരാ കേൾക്കുന്നത്? ഓക്കെ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. മോള് അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. ഓക്കെ, അപ്പൊ അത് നേരെ ക്യാമറയിലേക്ക് കാണിച്ചേ. റൈറ്റ്, മുകളിലേക്ക് കാണിച്ചേ. ഓക്കെ റൈറ്റ്, താഴത്ത് ഇങ്ങനെ തിരിഞ്ഞു നിന്നോ. അങ്ങോട്ട് നിന്നു. തുടങ്ങാം നമുക്ക്. റെഡിയല്ലേ? ആ ചെയ്തോ, തുടങ്ങട്ടെ. 1 2 3. ആ അഭിനയം സിദ്ധി പോരട്ടെ. ആ എന്തെങ്കിലും പറയാനുണ്ടോ? പറയല്ലേ? ഓക്കെ വാ. വീണ്ടും മണി
സമയമില്ല, 10 സെക്കൻഡേ ഉള്ളൂ, പെട്ടെന്നാട്ടെ. മഴ, മേഘം, മേഘസന്ദേശം, മിണ്ടല്ലേ, നിങ്ങളുടെ ചാൻസ് പോവും, അത് പുറത്തോട്ട് പോകും. നക്ഷത്രം, മേഘം, വാനം, വാനം 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 വാനം, ആകാശം, ആകാശത്തിന് അപ്പുറം, വീട് വീട്, മേൽക്കൂര, മണ്ടക്ക്. കിളികളാണോ? ഓക്കെ റൈറ്റ്. അപ്പൊ അടുത്ത ആൾക്ക് വരാം. അടുത്ത ആള് വാ, അവിടെ നിന്നോട്ട് കാണിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. വാ ഇങ്ങോട്ട് നിന്നോ, തുടങ്ങാം. തുടങ്ങിയോ? മഴ, കൂട, ഭൂതം, ഭൂതം. റൈറ്റ് 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 റൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ട്. സാധാരണ ഈ സാധനം മിന്നൽ മുരളിയൊക്കെ എന്ത് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എന്ത് എഴുതി വെച്ച് കഴിഞ്ഞാലേ മിന്നൽ മുരളി എങ്ങനെ കാണിക്കാൻ പറ്റുമെന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു. സെന്ററിൽ നിന്നേ, പേരെന്തായിരുന്നു? അഭിയക്ക് ഒരു നല്ല കൈയടി കൊടുക്കുവോ? അഭിയ, താങ്ക് യു വെരി മച്ച്. ഇവിടെ നിൽക്കൂ. ഓക്കെ റൈറ്റ്. അടുത്ത ടീം രണ്ടുപേരും വാ, പുറകോട്ട് ഇറങ്ങിയിരിക്കുകയാണോ? വാ കയറി നിന്നോ. അവിടെ നിൽക്കില്ലേ, ഇങ്ങനെ നിന്നോ. എന്നാ പറ്റി കാര്യം ചെയ്യ്, ഇപ്പറേ വന്നേ, ഇപ്പറേ വാ. അപ്പുറത്ത് നിന്നോ, അങ്ങോട്ട് തിരിഞ്ഞേ, അങ്ങോട്ട് തിരിഞ്ഞേ. ഓക്കെ റൈറ്റ്. നമുക്ക് മത്സരത്തിന്റെ പ്ലക്കാർഡ് കൊടുക്കുക. നല്ലൊരു കൈയടി കൊടുത്തേ പിള്ളേർക്ക്. ഓക്കെ, അപ്പോ ക്യാമറയിലേക്ക് തിരിയട്ടെ. മോള് തിരിയില്ലേ ക്യാമറയിലേക്ക്? പടത്തിന്റെ പേര് കാണിച്ചല്ലോ. ഓക്കെ, നേരെ നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞോ. ഓക്കെ, ഇനി മോള് തിരിഞ്ഞേ, തിരിഞ്ഞേ. കിട്ടിയല്ലോ. സംസാരിക്കരുത്, സംസാരിക്കാതെ ലിപ്പ് അനക്കാതെ വേണം കാണിക്കാനായിട്ട്. ഓക്കെ റൈറ്റ്, തുടങ്ങാം നമുക്ക്. ചിരി, ചിരി ആരോഗ്യത്തിന് ഹാനികരം. കിരീടം, നടന്നു പോകുന്നു. രാജാവിന്റെ കൊട, രാജാവ്, രാജാവ് വീട്ടിൽ പോയി. അടിപൊളി അടിപൊളി അടിപൊളി. രാജമാണിക്യം കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെ മനസ്സിലായത്? ഓക്കെ, അടിപൊളി കേട്ടോ, നൈസ് ആയിരുന്നേ. പേരെന്തായിരുന്നു? ഓക്കെ, അനുശ്രീ. അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ നിങ്ങൾക്കുള്ള ഒരു ചെറിയ ടാസ്ക് ആണ് തരുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് കണ്ടസ്റ്റൻസ് അല്ലേ, ആരായിരുന്നു? നിങ്ങൾ രണ്ടുപേരാ? വാ വാ, കയറി വാ, ഫ്രണ്ടിലേക്ക് കയറി വാ. ഓക്കെ, നിങ്ങളിൽ ആരാണ് അഭിനയിക്കുന്നത്? ആരാണ്? അല്ല, ഇതിൽ ആരാ അഭിനയിക്കുന്നത്? ഓക്കെ, നമുക്ക് ഇവിടുന്ന് അഭിനയിപ്പിക്കാം, ഇവിടുന്ന് കാണിക്കാം. മോളങ്ങോട്ട് തിരിഞ്ഞത്, രണ്ടുപേരും തിരിഞ്ഞോ, തിരിഞ്ഞേക്ക്. ഓക്കെ റൈറ്റ്. സോ നേരെ ക്യാമറയിലേക്ക് കാണിച്ചേ. നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞേ. ഓക്കെ, തിരിഞ്ഞോ. ഒരു വടയോ, ഒരു പേരല്ലേ? ഒന്നാമത്തെ വേർഡ്. ഒരു 0 10 9 1 ഒന്നാം കിളി, രണ്ടാം കിളി. 1 ഈ ഒന്നേ വിട്ടിട്ടുള്ള കളിയില്ലേ? അവിടെ ആരെയും നോക്കുന്നത്? എടുത്ത് തല്ലിക്കൊല്ലാനാണോ? പിന്നെന്താ? അഭിനയിക്കൂ. ഒന്നെന്ന് പറഞ്ഞ വാക്കുണ്ടോ? അത് തന്നെയാണ്, മനസ്സിലായോ? ഒന്ന് എന്തുവാന്ന്, ഒന്നിന്റെ പറന്റെ കൊച്ചേത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 3 വാക്ക്.
3 ഒന്നും ഒന്ന് ഒരു വലിയ ഒന്ന്. ആ ഞാൻ കിറ്റ് ചെയ്യാൻ എനിക്ക് വേറൊരാളെ വേണമെന്ന്. വേറെ ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? ഇത് കാണിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് കാണിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ട്? ടീച്ചറിന്റെ ഇവിടെ പെട്ടെന്ന് ഇവിടെ. ടീച്ചറിന്റെ പേരിനാ ഷൈനി മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് നോക്കല്ലേ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി സ്കൂളിലെ ടീച്ചറിനെ വരെ വിളിക്കുകയാണ്. ഷൈനി മിസ്. അപ്പോ ഇത്രയും നേരം കുട്ടികളായിരുന്നു കളിയുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ കളി മാറാൻ പോണ, കളിയുടെ ഗതി മാറാൻ പോണ. മോനെ ട്രാക്കൊക്കെ എടുത്തു വെച്ചോ. ആ ട്രോളിന്റെ ട്രാക്ക് എല്ലാം എടുത്തു വെച്ചോളെ. നമുക്ക് തുടങ്ങിയേക്കാം. മിസ്സേ, ഷൈനി മിസ്, പേര് പറയേണ്ട ആവശ്യമില്ല. തകർത്തോ. ആ ഒന്ന് വര 0 അത്രേ ഉള്ളൂ. ഒന്നിൽ നിന്ന് 0 ഒരു കൈയടി കൊടുത്തേ. അത് പറഞ്ഞു. ഒന്നിൽ നിന്ന് 5 പോയാൽ എത്ര കിട്ടും? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. മിസ്സേ, ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ നമുക്ക് പറയിപ്പിച്ചാലോ മിസ്സിനെ കൊണ്ട്. മിസ്സേ, ഇനി ഇവള് പറയുവോ? അതെന്താന്നറിയുമോ, ഇതൊരു പഴയ ഫിലിമല്ലേ, മോഹൻലാലിന്റെ ആദ്യകാല ഫിലിമാ. അപ്പൊ ഇവളെ കാണാൻ തരവില്ല, അതുകൊണ്ട്. നമുക്ക് എന്തായാലും എല്ലാ കളിയിലും എല്ലാരും വിൻ ചെയ്തില്ലല്ലോ. പക്ഷെ ഈ കളിയിൽ വിൻ ചെയ്തിരിക്കുന്നത് ടീച്ചർ തന്നെയാണ്. ഇനി നോക്കിക്കോ പടത്തിന്റെ പേര് നോക്കിക്കോ. 1 മുതൽ 0 വരെ. ഇത് കേട്ടിട്ടുണ്ടോ? ഈ പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. മോള് കണ്ടിട്ടുള്ള ലാസ്റ്റത്തെ മോഹൻലാലിന്റെ പടം ഏതാ? സാരമില്ല, പക്ഷെ ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു പാട്ട് പാടിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. പാട്ട് പാടാൻ പറ്റുമോ? പാടിക്കോ. നിങ്ങളുടെ സ്കൂളിലെ കേസ് ചിത്രമാണോ ഇത്? To Malibu, strawberry ice cream. 1 spoon for 2 and trading jackets, laughing about how small it looks on you. Watching ravens of glee being annoying, singing in harmony. I bet she's bragging to all her friends, saying you're so unique. So when you gonna tell her that we did that too? She thinks it's special, but it's all reused. That was the song we talked about, played you the jokes you're singing now when she's with you. Do you get deja vu when she's with you? Do you get deja vu? എനിക്ക് സ്വരം അടഞ്ഞിരിക്കുകയാണ്. സൗണ്ട് കുളമായിട്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയായിരുന്നല്ലേ. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. സോ താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അതാത് സീറ്റിൽ ഇരിക്കാം. വിന്നേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മുടെ നെക്സ്റ്റ് ഗെയിമിലേക്ക് ഇറക്കാണ്. അതിനായിട്ട് എനിക്കൊരു 3 പേരെ ആവശ്യമാണ്. 3 പേര് അത്രയും പേര് മതി. നമ്മുടെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് പോവാണ്. പെട്ടെന്ന് ഒരു 3 പേര് വന്നേ. ഒരു ഡാൻസ് തരുമോ? അഞ്ജന, അതെടുത്തിട്ട് കൈ വെക്കുക. തുറന്നു നോക്കരുത്. ഒരെണ്ണം കൂടെ. അഞ്ജന, ഓക്കെ, നിങ്ങൾ സെന്ററിലേക്ക് നമുക്ക് ആദ്യം പരിചയപ്പെടാം. നേരെ ഗെയിമിലേക്ക് നടക്കാം. ഗെയിം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇരിക്കുന്ന ഒരു ചെറിയ സ്ലിപ്പുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. അത് അത്രേ ഉള്ളൂ കേട്ടോ. പേരെന്താ പറഞ്ഞോ?
ഓക്കെ, നമുക്ക് എവിടുന്നാ തുടങ്ങണ്ടേ? ഓക്കെ, റിൻസി ഫ്രണ്ടിലേക്ക് കയറിയെന്നേ. ഓക്കെ, റിൻസി അതൊന്ന് തുറന്ന് കാണിച്ചേ. എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കൂ. മിമിക്രി. നല്ല ഗൈഡ് കൊടുത്തേ. റിൻസി വാ. മിമിക്രി ചെയ്യാൻ പേടിയുണ്ടോ? ഇങ്ങോട്ട് കയറിക്കൂ. അറിയത്തില്ല. ഒരു മൈക്ക് കൊടുക്കോ പ്ലീസ്. ഒരു 5 മൃഗങ്ങളുടെ സൗണ്ട് ഉണ്ടാക്കുക. തുടങ്ങിക്കോ. കാക്ക, പൂച്ച, പട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി. തുടങ്ങിക്കോ. ആദ്യം നിങ്ങളുടെ വീടിനടുത്തുള്ള പശു എങ്ങനെ കരയുന്നേ? പശുവില്ല. ഏതെങ്കിലും ഉള്ള ഇങ്ങനെ ജീവികളൊന്നും നിങ്ങളുടെ പരിസരത്തൊന്നും ഇല്ല. ഓക്കെ, തുടങ്ങിക്കോ. എന്താണെന്ന് ചെയ്യാൻ തുടങ്ങിക്കോ. ആ കൈയിടിക്കേ. താറാവിന്റെ സൗണ്ട്. ആഹാ, കൊള്ളാല്ലേ. ഇനി അടുത്തത്. അടിപൊളി. അപ്പം 3 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ മതി. കാക്ക. എന്റെ പൊന്നെ. ഇനി അടുത്തത് കുയില്. ചെയ്ത് അത് നന്നാട്ടി. മൈക്കിനത് നന്നാട്ടി. കോൺഫിഡൻസ് ആയിട്ട്. അയ്യോ, പാമ്പ് ചെയ്ത്. ഇതിനൊക്കെ ഞാൻ എന്നാ പറയണ്ടേ? ആ മ്യൂസിക് തന്നെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇവിടെ പോവല്ലേ. അടുത്ത ആളുടെ പ്രകടനം. ഇങ്ങോട്ട് കയറിയെന്നേ. മൈക്ക് പിടിച്ചോ. അത് തുറന്നു നോക്കിയോ ഓൾറെഡി? എന്താണ്? ഇതിന് സംസാരിക്കാൻ ശേഷിയില്ലാത്ത കൊച്ചാണോ? പറഞ്ഞേ, എന്നാ പറ്റിയേ? ഇങ്ങോട്ട് കയറിയെന്നേ. എന്നാ അതിന്റെ തന്നെ എഴുതിയിരിക്കുന്നേ? പാട്ട്. ഇത്രേ ഉള്ളോ? ഇതിനാണോ ഈ സംസാര ശേഷി പോയത്? പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. ലീലകളി അവസാനം പാടിക്കൂ. ഓക്കെ, ഇതിന് പകരം പാട്ട് പാടാനായിട്ട് വേറെ ആർക്കെങ്കിലും പറ്റുമോ? വിളി. പേര് മൈക്കിനകത്ത് വിളി. കൊടുത്തേ. കൂടെ പാടാൻ പറ്റും. ഞാൻ 2 പേരും കൂടെ ഒന്നിച്ച് പാടിക്കോ. ടാസ്ക് ചെയ്യാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. തുടങ്ങിക്കോ. നീ വരുമോ? കയ്യിലെ നെയ്യപ്പം ഇല്ലാതെ ഇല്ല നെയ്യപ്പം. അഹങ്കാരം. പഠിക്കുന്നത് +2-ല്. ഞാനിവിടെ ഹയർ സെക്കൻഡറിയുടെ പരിപാടിക്ക് വേണ്ടി വന്നേക്കുന്നു. ഗെയിം ചെയ്യേക്കാൻ വന്ന ഞാൻ ഇത്രയും നേരം അച്ഛനോടൊന്നും വരാത്ത ഗെയിമുകളൊക്കെ, അല്ലാതെ ഇങ്ങനെ അവർക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന ഞാൻ കാക്കേ എന്നുള്ള പാട്ടുവരെ കേട്ടു. ഇനി അടുത്തത്. താങ്ക് യു. അടിപൊളിയായിരുന്നു. നല്ല ഗൈഡ് കൊടുത്തേ. താങ്ക് യു. നെക്സ്റ്റ് വാ. അത് പറഞ്ഞ നമ്മളെ എന്താ എഴുതിയിരിക്കുന്നത്? മലയാളത്തിൽ മാത്രം സംസാരിക്കുക. തുടങ്ങാം നമുക്ക്. ഇങ്ങോട്ട് കയറുന്നേ. സോ ചേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, തുടങ്ങാം നമുക്ക്. അപ്പൊ മലയാളത്തിൽ മാത്രമേ ഇനി സംസാരിക്കാവുള്ളൂ. സംസാരിക്കുമ്പോ മോക്ക് ഞാനൊരു അക്ഷരം തരികയാണ്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ എന്നൊരു അക്ഷരമാണ് ഞാൻ തരുന്നത്. ഇനിയിപ്പോ പേര് ചോദിക്കുമ്പോഴും എന്ത് ചോദിച്ചാലും ആ പായ കൂട്ടി മാത്രം സംസാരിക്കുക. മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ച് ഹലോ എന്ന് പറഞ്ഞേ. ഹലോ. തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ മാത്രം സംസാരിക്കുക. പേരെന്താ? പാർവതി. പാർവതി എവിടുന്ന വരുന്നേ? പത്തനംതിട്ടയിൽ. എന്തൊക്കെയാ കാണാനുള്ളത്? പാട്ട് പാടുന്നത് കാണാൻ പോകും. വീട്ടിലാരൊക്കെ ഉള്ളേ? പപ്പയുണ്ട്. പപ്പ ഔട്ടായി. പിതാവെന്ന് വേണേലും പറയാം. ഒരു ചാൻസ് കൂടെ. ശരി, തുടങ്ങാം. ഒരു ചാൻസ് കൂടെ. വേറെ അക്ഷരം. മാ എന്ന അക്ഷരം. ഓക്കെ, പേരെന്താണ്? മയിൽ എവിടുന്ന വരുന്നേ? മയിലാട്ടം കഴിഞ്ഞിട്ട് വരുവാണോ? ഈ മയിലാട്ടത്തിന് എന്തൊക്കെ കോസ്റ്റ്യൂമായി ഉപയോഗിക്കുന്നത്? മയിലിന്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറയുമ്പോ കോസ്റ്റ്യൂം ഔട്ടായില്ലേ? ഇനിയും ഞാൻ ചാൻസ് തന്നെ ഇവരൊക്കെ എന്നെ തല്ലും. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഈ ചങ്ങനാശ്ശേരി മൊത്തം കിടക്കുന്ന രീതിയിൽ ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഓക്കെ, പറ്റില്ലെന്നാണ് പറഞ്ഞത്. പറ്റും. ഓക്കെ, തുടങ്ങാം നമുക്ക്. റെഡി? 1, 2, 3.
പോരാ, ഒന്നൂടെ. ആ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട കണക്കുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളില് ഇന്നിവിടെ നമുക്ക് MVTVക്കും ഈ ഒരു പ്രോഗ്രാം ഗ്ലാസ് ആണെന്ന പ്രോഗ്രാമുമായിട്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ഇതിന്റെ വൈൻഡപ്പിന് വേണ്ടിയിട്ട് വൈൻഡപ്പിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനങ്ങളുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ തരുന്നതിനായിട്ട് മിന്റോ അച്ഛനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അഞ്ജനയെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയും സമയം ഇവിടെ ഈ ക്യാമറയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടോ, അവരൊക്കെ സ്റ്റുഡൻസ് ആണ്. ഒപ്പം തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് അതായത് ക്യാമറയിൽ നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. അരുണാണ് ഇത് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. അരുണാണ് മീഡിയയിൽ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൗണ്ടില് ഇത്രയും നേരം നല്ല രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ടേ? സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ സൗണ്ടിലിരുന്ന കുട്ടികൾ മൊത്തം അതൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അവർക്കൊക്കെ നല്ലൊരു ഗൈഡ് കൊടുത്തേ സൗണ്ടില്. സോ ക്യാമറ ചേട്ടന്മാർക്ക് നല്ല ഗൈഡ് കൊടുത്തേ. ടോട്ടൽ ക്രൂവിന് ഒരു നല്ല ഗൈഡ് കൊടുത്തേ. ഇനി പാവപ്പെട്ട ഒരു ഗൈഡ് വരും. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ സമ്മാനദാനങ്ങളാണ്. ആദ്യത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? അലീനെ വേദിയിലേക്ക് വിളിക്കുന്നു. അലീനയ്ക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് മീഡിയ വില്ലേജിന്റെ ഡയറക്ടർ അച്ഛനായ മിന്റോ അച്ഛനെയും ഒപ്പം തന്നെ പ്രിൻസിപ്പൽ മാമിനെയും ശ്രമിച്ചു. താങ്ക് യു. ഇനിയിപ്പോ അടുത്ത ഗെയിമില് 2 പേർക്കാണ് ഇവിടെ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ നാഗവല്ലിനെ കാണിച്ച് വളരെ ഗംഭീരമാക്കിയ എവിടെ വാ പേരെന്തായിരുന്നു? അലീനയ്ക്കാണ്. ഇതിനകത്ത് ഒരാൾക്കൂടെ സമ്മാനമുണ്ട്. നമ്മള് വിളിച്ചപ്പോ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി താഴെ വന്ന നമ്മുടെ സ്വന്തം ഷൈനി മിസ്സിനെ സ്വാഗതം ചെയ്തുള്ളൂ. സോ ലാസ്റ്റ് ഇപ്പോ നമ്മുടെ 2 സമ്മാനങ്ങളുണ്ട്. 2 പേരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒന്ന് നമ്മുടെ മിമിക്രി ചെയ്ത കുട്ടി എവിടെ വാ. റിൻസി. കൂട്ടോടെ പാട്ട് പാടിയേ വാ. നിങ്ങൾ 2 പേരും കൂടെ പോരെ. 2 പേരും പോരെ. ഓക്കെ. അപ്പോ നമ്മള് വൈൻഡപ്പിലേക്ക് പോവാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇനി ഒന്ന് ആർപ്പോ വിളിച്ചാൽ ഒരൊറ്റ പ്രാവശ്യം. ക്രിസ്മസ് ആണ്, പക്ഷെ നമുക്കിവിടെ ആർപ്പോ വിളിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഈ ഒരു എനർജി നിങ്ങളുടെ ഈ ഒരു +2 കാലഘട്ടത്തിൽ മൊത്തം ഇനി ഇവിടെ +2ലേക്ക് വരാൻ പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആർപ്പോ. എന്തായാലും നമുക്ക് വൈൻഡപ്പാണ്. വൈൻഡപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് നിൽക്കുന്നിടത്ത് നല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡിലൊക്കെ നിന്നോണ്ട് ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് പോകാം. കൂടെ കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുക. കുറച്ച് പേര് താഴെ നിൽക്കുക. നിങ്ങൾക്കൊക്കെ താഴേക്ക് വരാം. താഴേക്ക് വാ. തുടങ്ങാം നമുക്ക്.
பார்த்தா repeat. அவ பார்க்கும்போது எல்லாம் உள்ள happy. கத்திஜா வந்தா நின்னா பார்த்தா repeat. அவ பார்க்கும்போது எல்லாம் உள்ள happy. எந்த எதிர்பார்ப்பும் இல்ல வெறும் attraction. கிட்ட போய் பேச ஒரு temptation. அவ பாய் ஃப்ரெண்டும் இருக்கா ஒரு complication. அத மீறி அவ Charlie,